പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനേനെ ദേവേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് പിന്നീട് വീണ്ടും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഈ വീട്ടിലെ കൊച്ചുമകനല്ലേ അബി, അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യയല്ലേ നവ്യ, അവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ അത് അച്ഛൻ തന്നെയല്ലേ അതിൻ്റെ മോശപ്പേര് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശന് ഒരു മോശപ്പേരും ഇല്ല, മുത്തശ്ശൻ തന്നെയാണ് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ കേസ് അന്വേഷിക്കണം, എല്ലാം അതുപോലെ തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞത് എന്ന് പറയട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ടാന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ജലജയ്ക്കും അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, ഇവളുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ നയന പറയും, എൻ്റെ വീട്ടിൽ ആകെയുള്ളത് എൻ്റെ അച്ഛനും അനിയത്തിയാണ്, എൻ്റെ അനിയത്തിയാണെങ്കിൽ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവളാണ്, അതുപോലെ തന്നെയാണ് ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവളാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ. പിന്നീട് അതുപോലെ തന്നെ നയനയോട് ദേവേന് പറയുന്നുണ്ടായിരുന്നു, അവളങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇപ്പം എന്തിനാ അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ അതെന്തായാലും തുറന്നു പറയണമെന്നാണ് ഇവിടുത്തെ മുത്തശ്ശൻ പോലും പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവളുടെ മനസ്സിൽ എന്തോ ഭാരമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നയന പറയും, ശരിയാണ്, എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരമുണ്ട്, അതിങ്ങനെ സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിൽ വീണ്ടും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന്. അപ്പോൾ അവൾ വെറുതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 ഡയലോഗ് അടിച്ചിട്ട് പോയതാണെന്ന് ജലജ പറയാം കേട്ടോ. പിന്നെ അവളുടെ മനസ്സിൽ എന്തോ പ്രയാസമുണ്ട്, അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ, അത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകും. പിന്നീട് നയന നേരെ ചെല്ലുന്നത് അനിയുടെ അടുത്തേക്കാണ്. അനീനെ ചെന്നിട്ട് ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. ഏട്ടത്തി എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അനീനെ കുറിച്ച് ഞാനൊന്നും ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയും. അതിനിപ്പോൾ ഞാൻ എന്താ ഏട്ടത്തി ചെയ്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അനിയൊന്നും ചെയ്തിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അനീനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ. എന്നിട്ട് അനി എന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അനി കല്യാണം നീട്ടി വെക്കാൻ പറയാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പനി പറയും, അനാമിക അവൾക്ക് കുറച്ച് ഓവർ സ്മാർട്ടാണ്, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നയനയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ മനസ്സിലാവുമോ ഈ വീട്ടിലുള്ളവരുടെ വിഷമം, ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഇവിടേക്ക് വന്നിട്ട് ഞങ്ങളൊരു മരുമക്കളായിട്ട് ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ല, ഇനി വരാൻ പോകുന്നവളാണ് ഇവിടുത്തെ മരുമകൾ എന്ന് ആദർശേട്ടൻ്റെ അമ്മ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനാമിക തന്നെയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത്. പിന്നീട് കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല. രണ്ടുപേരും തമ്മിൽ നല്ലതുണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടീനെ വീട്ടുകാരും സ്നേഹിക്കണം, എന്നാൽ മാത്രമേ അത് നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അനി വലിയ കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ, എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ സങ്കടത്തോടുകൂടി ദേഷ്യത്തോടും ഒക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇതെല്ലാം ഓർത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുകയെന്ന്. ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, ഈ മക്കൾ തമ്മിൽ അങ്ങനെ ഇഷ്ടം വന്നതെന്ന് എനിക്കറിയില്ല, അതുപോലെ തന്നെ പണ്ടുള്ള കാരണന്മാർ പറയായിരുന്നു, ആണും പെണ്ണും അധികം കൂട്ടുകൂടരുത് ഇങ്ങനെ പറയുമായിരുന്നു എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഓർമ്മ വെച്ച നാൾ മുതൽ എന്നോട് ഉള്ള കൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് ആൺകുട്ടികളോടായിരുന്നല്ലോ, എന്നിട്ട് അവരോടൊന്നും ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അനിയനെ ഇടയ്ക്ക് കരാട്ടയൊക്കെ പഠിപ്പിക്കാൻ നന്ദു പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാം, അപ്പോൾ അതുകൊണ്ട് അന്ന് തുടങ്ങിയ അതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഇഷ്ടത്തിന് വഴി വെച്ചത്, അനാമികയായിട്ടുള്ള അനിയുടെ വിവാഹം അങ്ങനെ ഫിക്സ് ചെയ്തപ്പോഴായിരിക്കും അങ്ങനെ രണ്ടുപേരും ടെൻഷനായത്, ഇങ്ങനെ അതുവരെ ഇഷ്ടം മനസ്സിൽ വെച്ച് നടന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനി നല്ലൊരു പയ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ പറയാനുണ്ട് അമ്മേ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആദർശേട്ടനേക്കാളും എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അനിയാണ്, അപ്പോൾ എനിക്ക് ഇവിടെ മാത്രം തെറ്റു പറ്റിയെന്ന് പറയട്ടെ ആദ്യം നയന. അപ്പോൾ എന്തായാലും അങ്ങനെ തെറ്റു പറ്റിയെന്നൊന്നും പറയാനൊന്നും പറ്റില്ല, നന്ദും നല്ല കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അനി നന്ദുവിനെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇനി ഈ വീട്ടിലേക്ക് ഇങ്ങനെ അവളും കൂടെ വരാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ എന്നെയും ചേച്ചീനെയൊന്നും ഇവിടെ മരുമക്കളായിട്ട് ഇവരാരും കൂട്ടിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ അവളും കൂടെ വരണ്ട, അതെന്തായാലും നടക്കാൻ പാടില്ല അങ്ങനെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ ശേഷം എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ പല ചോദ്യങ്ങളും ചോദിക്കും, അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പറയും, അത് തന്നെയാണ് അമ്മ, ഇവിടെ നിന്നോ, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഈ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ആദർശ് റൂമിൽ വന്നിട്ട് ഫയൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കാണാനില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നയന ടെൻഷൻ അടിച്ച് റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഒരു സാധനം വെച്ചാൽ കാണില്ല, നീ എൻ്റെ പച്ച ഫയൽ കണ്ടിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനെങ്ങും കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ നീയല്ലേ എല്ലാം അടുക്കി വെക്കുന്നത്, എന്നിട്ട് നീ കണ്ടിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് ആദർശേട്ടനല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ആദർശേട്ടനെ നോക്കിയാൽ എന്താണെന്ന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നയന ചോദിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നതിൻ്റെ അഹങ്കാരമാണോ, അതെന്തായാലും വേണ്ട, തിരിച്ചു കൊണ്ടുവിടാൻ
വിടാനും എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അങ്ങനെ തിരിച്ച് കൊണ്ടുവിടണം എന്നൊന്നുമില്ല, എന്നോട് പറഞ്ഞാൽ മതി, പോണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വിളിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നിൻ്റെ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു തിരിച്ച് വിളിച്ച് കൊണ്ടുവരണമെന്നൊന്നും എനിക്ക് ഒരു ഇതുമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് പറയും. അപ്പോൾ നിനക്ക് ഇപ്പോൾ ഇവിടെയാണോ അങ്ങനെ നരകം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പിന്നീട് അതിന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് എന്നോടൊന്ന് സംസാരിക്കാൻ വരരുതെന്ന് പറയട്ടെ. അപ്പം നിന്നോട് സംസാരിക്കാൻ വന്നാൽ നീ എന്താ ചെയ്യാന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് പറയാണ് കേട്ടോ. നിൻ്റെ വീട്ടിലേക്കാണോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നയന ദേഷ്യത്തോടുകൂടി റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവളോട് ഇങ്ങനെ ചൂടാവേണ്ടിയില്ലായിരുന്നു, കിരൺ പറഞ്ഞതാണ് ഒരാൾ ചൂടാവുമ്പോൾ ഒരാൾ തണുക്കണമെന്ന്, എന്തായാലും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ ഓർത്തിട്ട് ആദർശ് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നയനോട് ആരെങ്കിലും ഇവിടെ ദേഷ്യപ്പെടുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ, വഴക്കിടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവളിന്ന് നല്ല ചൂടിലാണെന്ന് പറയട്ടെ. അപ്പോൾ അവളുടെ ചൂടിൻ്റെ കാരണം നീ തന്നെ ആയിരിക്കും എന്നൊക്കെ ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവളോട് അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല, അവൾ അങ്ങനെ വീട്ടിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അവളോടൊന്നും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടോ ഒന്നുമില്ല എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ എന്തായാലും ഭാര്യയുടെ പ്രശ്നം ഇങ്ങനെ അറിയാത്ത ഭർത്താവാണോ നീ, അപ്പോൾ ഭാര്യയുടെ പ്രശ്നം കണ്ട് പിടിക്കേണ്ടത് നീ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതറിയാൻ പറ്റില്ലെങ്കിൽ നീ നല്ലൊരു ഭർത്താവല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അതിന് ശേഷം നയനയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. നയനമോൾ ഈ വീട്ടിൽ ഉള്ളത് നിനക്കും ഈ വീടിനൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ മോൾക്കും മോളുടെ വീട്ടിൽ നിൽക്കുന്നതാണ് താല്പര്യം എന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും മോളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിക്കാനൊന്നും ഞങ്ങൾ പോവില്ല, മോൾക്ക് എവിടെ സന്തോഷം എന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ മുത്തശ്ശിയും പറയുകയാണ് കേട്ടോ. മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഒരു ഭാര്യനെ വേണമെങ്കിൽ നീ പോയി വിളിച്ചുകൊണ്ട് വന്നോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയന ചെയ്ത ഡിസൈൻ കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ലാഭമൊക്കെ ഉണ്ടായതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. നയനമോൾ നമ്മുടെ കമ്പനിയിൽ MDയുടെ അടുത്ത് തന്നെ കസേര ഇട്ടിരിക്കേണ്ട ഒരിതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ള ഡിസൈനർമാരൊന്നും പോരാന്നല്ലേ നീ തന്നെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾക്ക് MD കസേര കൊടുക്കാൻ എനിക്കൊരു മടിയൊന്നുമില്ല, പക്ഷേ അവൾക്ക് അതിനൊന്നും താല്പര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അവിടെയാണ് നയനമോളുടെ നന്മ, അവൾക്ക് നമ്മുടെ വീടുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം, നിൻ്റെ കീഴിൽ നിൽക്കാനാണ് ഇഷ്ടം, അത് നീ മനസ്സിലാക്കണം. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ ഇപ്പോഴത്തെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ആദർശിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് നീ അതെല്ലാം സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശനാണെങ്കിലും ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയും, അത് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഞങ്ങൾ കൂടി തോന്നണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നിനക്ക് നിൻ്റെ അമ്മയുടെ മുന്നിൽ കൂടെ ഭാര്യനെ വിളിച്ചുകൊണ്ട് പുറത്ത് പോകാനുള്ള ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും കൊടുക്കണം, പക്ഷേ അമ്മ അതിനൊരു വിലങ്ങുതടിയാണെങ്കിൽ ഇടയ്ക്ക് അമ്മേനെ മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ആദർശ് അതെല്ലാം സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് പോകുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനായിരിക്കും നയനമോൾ ഇങ്ങനെ അവനോട് ചൂടായത്, മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയാണ് അറിയില്ല എന്നുള്ളത് കേട്ടോ. പിന്നീട് ദേവയാനി ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വരുന്നുണ്ട് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നയന പുറത്ത് പോയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൾക്കിപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, അവൾക്കിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ദേവയാനി അവിടെ അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ജലജയോട് സംസാരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് വരുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ ഭാര്യ എവിടേക്കാണ് പോയത്, ചാടിത്തുള്ളി പോകുന്നത് കണ്ടല്ലോ, അവളുടെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കും. ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ നീ ഇങ്ങനെ അവളുടെ ഭർത്താവല്ലേ, ഇപ്പം നിന്നോട് പറഞ്ഞിട്ട് വേണ്ടി അവൾ പോവാനേ എന്നൊക്കെ പറയുമ്പോൾ അവൾ ചിലപ്പോൾ കല്യാണീനെ കാണാനായിരിക്കും പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, ഇവൻ ചെന്ന് അവളെങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരല്ലേ അതിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും ഞാനിവിടെ അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ വീട്ടിൽ പോയി തിരിച്ചു വന്നതിൻ്റെ ശേഷമല്ലേ അമ്മയ്ക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുള്ളത്, അപ്പച്ചിയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു അവൾ വീട്ടിൽ പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്ന് ജലജയും ദേവേനിയും കൂടെ ആ സമയത്ത് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഈ വീട്ടിലുള്ളവരുടെ മുഖത്തൊന്നും ഒരു സന്തോഷവും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ആദർശ് നീ വെറുതെ കള്ളം പറയണ്ട, അച്ഛൻ അവളെ വിളിച്ചു കൊണ്ടുവരാൻ പറയില്ല, അച്ഛനും അമ്മയും അവളുടെ വീട്ടിൽ പോയപ്പോൾ പോലും അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല, നീയല്ലേ അവളെ കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനാണ് പിറകെ പോയി വിളിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രയും അഹങ്കാരം. അവൾ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ അവളെ വിളിക്കാൻ ചെല്ലും, അങ്ങനെ അവളില്ലാതെ
എന്തായാലും ഇവന് പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറയട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലേക്ക് പുതിയൊരു മരുമകൾ വരാൻ പോവാണ്, അപ്പോഴെങ്കിലും നിൻ്റെ ഭാര്യയുടെ അഹങ്കാരം കുറച്ച് കുറയ്ക്കാനായിട്ട് പറയുമെന്ന് പറയുമ്പോൾ ആദർശിനും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ പുതിയ മരുമകൾ വന്നിട്ട് ചിന്തിച്ചാൽ പോരെ, അങ്ങനെ നല്ലതാണോ മോശമാണോ എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൾ കുറച്ച് മോശമായാലും കുഴപ്പമൊന്നുമില്ല, ഈ വീടിന് ചേർന്ന് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുമകൾ തന്നെയാണ്. ഈ വീടിന് ചേർന്നവരല്ലാത്തവർ നമ്മുടെ ഒപ്പം നിൽക്കാൻ ഇങ്ങനെ നോക്കുന്നതാണ് എനിക്ക് പ്രശ്നം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നൈന ഇവിടേക്ക് വന്ന ശേഷം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് മറ്റൊന്നിനേക്കാളും മുകളിലല്ല എന്ന് അമ്മ ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് ഇങ്ങനെ നന്ദികേടാവും എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ജലജയാണെങ്കിലും വീണ്ടും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുത്തിത്തീർപ്പുണ്ടാക്കാനായിട്ട്. അവൻ പറഞ്ഞത് കേട്ടല്ലോ, അവളിങ്ങനെ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അവൾ ചെയ്യുന്നതെല്ലാം നോക്കി കണ്ട് അമ്മയും അപ്പച്ചിയായി ഞാനൊക്കെ ഇങ്ങനെ നിൽക്കണം എന്നാണ് അവൻ ആ പറഞ്ഞിട്ട് പോയതിൻ്റെ തോന്നിയെന്ന് പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോകട്ടെ. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേവയാനി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.